السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد എല്ലാവർക്കും ആദിഹ് മദീന വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്ന് ബുർദ ബൈത്ത് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരു വരി കണ്ടു. ആ വരി എത്രയൊരു മനോഹരമാണ്. ആ വരി വായിച്ചപ്പോൾ എൻ്റെ മനസ്സ് വല്ലാത്ത സന്തോഷിച്ചു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈ കൊണ്ടുള്ള ബറക്കത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരമെല്ലാം ബറക്കത്താണ്, അതിൽ പറയേണ്ട ആവശ്യമില്ല. എന്നാലും ഈ ബൈത്തിലൂടെ പറഞ്ഞത് കൈ കൊണ്ടുള്ള ബറക്കത്തിനെ കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉള്ളം കൈ കൊണ്ടുള്ള ബറക്കത്ത്. കം അബ്റഅത് വാസിബം ബില്ലം സിറാഹതുഹു വഅത്ലഖത് ആരിബം മിൻ റിബ്ഖത്തിൽ ലമമി. എല്ലാവരും കേട്ടൊരു ബൈത്താണ്, പാടുന്ന ബൈത്താണ്. നമുക്കെല്ലാം ഇതറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളം കൈ കൊണ്ട് ഒരുപാട് രോഗങ്ങൾ ശിഫയായി. മാനസികമായ രോഗങ്ങളുടെ ബന്ധത്തിൽ നിന്ന് മോചനം ലഭിച്ചിരുന്നു. ഹദീസിന്റെ കിതാബുകൾ പരിധിയാൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാം. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും സജ്ജനങ്ങളുടെയും ബറക്കത്ത് വിശദീകരിച്ചു തരുന്നു. നമുക്കറിയാം ഖത്താദ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം. ഖത്താദ റളിയല്ലാഹു തആല അൻഹു ഉഹുദ് യുദ്ധത്തിൽ തൻ്റെ കണ്ണ് അമ്പേറ്റത് കാരണത്താൽ തൻ്റെ കവിൾത്തടത്തിൽ നിന്ന് തൂങ്ങിക്കിടക്കുകയാണ്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ യഥാസ്ഥാനത്ത് വെച്ച് സ്ഥാപിക്കുകയാണ്. മാത്രമല്ല തൻ്റെ കൈ കൊണ്ടൊന്ന് തടവി കൊടുത്തു. മുമ്പത്തെ പോലെ അതിനേക്കാളും നല്ല കാഴ്ച ഖത്താദ റളിയല്ലാഹു തആല അൻഹുവിന് ലഭിച്ചു. നമുക്കറിയാം ബദർ യുദ്ധത്തിൽ മുഅവ്വിദ് ഇബ്നു അഫ്റാഹ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കൈ അബൂ ജഹൽ മാറ്റിയപ്പോൾ ആ കൈ പിടിച്ചുകൊണ്ട് അഫ്റാഹ് റളിയല്ലാഹു തആല അൻഹു, മുഅവ്വിദ് ഇബ്നു അഫ്റാഹ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ ഫിറ്റാക്കി കൊടുക്കുകയും ഒരു കുഴപ്പമില്ലാത്ത നിലക്ക് തടവി കൊടുക്കുകയും ചെയ്തപ്പോൾ നല്ല റാഹത്തിലൂടെ മടങ്ങുകയാണ് അദ്ദേഹം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസിൽ ഒരു സ്ത്രീ തൻ്റെ മാനസികമായ മകനെയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മകൻ്റെ നെഞ്ഞിയിൽ കൈവച്ചു കൊണ്ട് ഉഖ്റുജ്, പുറപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ പുറപ്പെട്ടു പോയി. ഒരു കറുത്ത സാധനം പുറപ്പെട്ടു പോവുകയും ആ മകൻ്റെ ഭ്രാന്ത് എല്ലാം പോയി നല്ല റാഹത്താവുകയും ചെയ്ത ചരിത്രങ്ങൾ നാം കേട്ടവരാണ്. ഇനിയും ഒരുപാട് ചരിത്രങ്ങൾ ബാക്കി കിടക്കുകയാണ്. പക്ഷേ ഇതൊന്നും നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം, മഹാന്മാരിലൂടെ, അല്ലാഹുവിൻ്റെ അമ്പിയാക്കളിലൂടെ, ഔലിയാക്കളിലൂടെ, സ്വാലിഹീങ്ങളിലൂടെ അവരുടെ കൈകൾക്ക് ബറക്കത്തുണ്ട്, അവരുടെ മുഖങ്ങൾക്ക് ബറക്കത്തുണ്ട്, അവരുടെ ശരീരങ്ങൾക്ക് ബറക്കത്തുണ്ട്. അതുകൊണ്ടാണ് നാം മഹത്തുക്കളായ സ്വാലിഹീങ്ങളെ, ഉസ്താദന്മാരെ കൈ ചുംബിക്കുന്നത്. അതിൽ നിന്നുള്ള ബറക്കത്ത് നാം ആഗ്രഹിച്ചുകൊണ്ടാണ്. നാം അതിൽ നിന്നുള്ള ബറക്കത്ത് ആഗ്രഹിച്ചുകൊണ്ട് നാം കൈമുത്തുമ്പോൾ നമുക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഉദ്ദേശിച്ചത് എന്താണോ അത് അല്ലാഹു പൂർത്തീകരിച്ചു തരികയാണ് അവരുടെ കൈ ചുംബിച്ച ബറക്കത്ത് കൊണ്ട്. അങ്ങനെ നെറ്റിത്തടം ചുംബിച്ച ചരിത്രങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നാം പറഞ്ഞു തീരാത്ത ഒരുപാട് ചരിത്രങ്ങൾ ഹദീസിൻ്റെ കിതാബുകളിൽ കാണാം. ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന വീഡിയോകളിലൂടെ ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളും മസ്അലപരമായ കാര്യങ്ങളും എല്ലാം നമുക്ക് പഠിക്കാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ, റാഹത്തും സന്തോഷം നൽകുമാറാവട്ടെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, പ്രത്യേകിച്ചും ഈ വീഡിയോ ചാനൽ വീക്ഷിക്കുന്ന ഓരോരുത്തരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇതിൻ്റെ കൂലി സവാബ് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ഇൽമു അല്ലാഹു തആല നാഫിയാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.